മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഇന്നെന്താ നമ്മുടെ സീവതക്കുട്ടൻ മാത്രമേ ഗുഡ് മോർണിംഗ് പറഞ്ഞോളല്ലോ. ഇതാ ഇന്നും തിങ്കളാഴ്ച ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു മടി. 2 ദിവസം കളിച്ചില്ലയോ? 2 ദിവസമൊന്നുമില്ല, ഞായറാഴ്ച മാത്രമേ അവധി വന്നുള്ളൂ. ശനിയാഴ്ചയും വർക്കിംഗ് പറഞ്ഞ് ക്ലാസ് വന്ന്. മനുഷ്യന് ഞായറാഴ്ച കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് ഒന്ന് ഫുട്ബോൾ തട്ടാൻ പോലും സമയം കിട്ടിയില്ല, നിങ്ങളൊക്കെ കാരണം. അയ്യോ സോറി, ആ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഞാൻ ശനിയാഴ്ച വന്നില്ലായിരുന്നു, സോറി. ഇന്ന് ഭയങ്കര ചൂടല്ലയോ? നീ നാളെ തൊട്ട് മുടി വെട്ടിക്കൊണ്ട് വരണം. എല്ലാ ദിവസവും ഇതേ കൂട്ടം അങ്ങ് തൊപ്പി വെച്ചോണ്ട് വരുവാൻ. ഞാൻ മുടി കാണിച്ചേ, ഇത്രയും മുടി നാളെ പോയി വെട്ടിക്കൊണ്ട് വന്നോണം, അല്ലെങ്കിൽ ആണല്ലേ. ഇനി തൊട്ട് ഇവിടെ കാണാൻ ആരെങ്കിലും മുടി എങ്ങാണം വെട്ടാതെങ്ങാണം വന്ന പിന്നെ അവരുടെ സ്ഥാനം ക്ലാസ്സിന് വെളിയിലായിരിക്കും. പറഞ്ഞായിട്ടല്ലോ ടീച്ചറെ, എനിക്ക് അത്രയും മുടിയൊന്നും ഇല്ല, ഇത്രേ ഉള്ളല്ലോ ടീച്ചറെ മുടി. ടീച്ചർ റിക്വസ്റ്റ് ചെയ്തേ. ടീച്ചറെ, ഞാൻ ഇതിനെ മുടി വെട്ടാൻ പോകണേ, പക്ഷെ എനിക്ക് കല്യാണം ഉണ്ടായിരുന്നു ടീച്ചറെ. ഞാൻ എന്ത് ചെയ്യാനാ? എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ച കല്യാണം. എനിക്ക് നാളെ മുടി വെട്ടിക്കൊണ്ട് ഞാൻ വരുത്തുള്ളൂ. കണ്ടോ, ഇത്രയും മുടിയും ഞാൻ വെട്ടിക്കൊണ്ട് വരാം ടീച്ചറെ, വാക്കയച്ചതേ. ഇന്നലെ കല്യാണം ഉണ്ടായിരുന്നു. ഇത്രയും ദിവസം എല്ലാവർക്കും ഒന്ന് ശനിയും ഞാനും കല്യാണം വെച്ചിരുന്നു. പിന്നെ നിന്റെ ശല്യം കാരണം നിനക്ക് ഈ സൈസ് ഒരു നല്ലൊരു കസേര നിന്നെ അവിടെ ഫ്രണ്ടിൽ കയറ്റി ഇരുത്തിയേക്കുന്നത്. എന്നിട്ട് എല്ലാവരെയും ഞാൻ ബാക്കി കയറ്റി ഇരുത്തി. നിന്റെ മുടി വെട്ടാണ്ട് ഞാൻ തല കയറ്റി ഇരുത്തണോ? ഇന്നലെ കല്യാണത്തിന് പോയ എല്ലാവരും ഒന്ന് കൈ ഒപ്പിക്കേ. ടീച്ചറെ, ഞാൻ പോയി ടീച്ചറെ. ബിരിയാണിയും കഴിച്ച്, പൊറോട്ടയും കഴിച്ച്. ഉച്ചയ്ക്കും പോയി, വൈകുന്നേരം പോയി, രാത്രിയിലും പോയി. സാറേ, ഞാനും പോയിരുന്നു സാറേ. പൊറോട്ടയും കഴിച്ച്, ഇടിയപ്പവും കഴിച്ച്, ദോശയും കഴിച്ച്, ബിരിയാണിയും കഴിച്ച്. സാറേ, ഞാനും പോയായിരുന്നു. ഇതേ മലയാളം മീഡിയം ക്ലാസ്സാണ്, ആള് കുറഞ്ഞ്. നിങ്ങൾ 3 പേരാ പോയി, ഇന്ന് അപ്പടെ 6 പേരാ വന്നത്. ബാക്കി എല്ലാവരും എവിടെ കണ്ട് ഉണ്ടാക്കാൻ പോയേക്കുക. 6 പേര്, 3 പേര് കല്യാണത്തിന് പോയി. 3 പേര് ആണ്ട പോയില്ല. ലവൻ പോയില്ല. ഇവർക്ക് 3 പേർക്ക് ഒരു സമ്മാനം ഉണ്ട്. നിങ്ങൾക്ക് 3 പേർക്കല്ല, അവർക്ക് 3 പേർക്ക്. ഇത് നടുക്കിരിക്കുന്ന ആൾക്ക് വിളിച്ചോ. ഇത് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് വിളിച്ചോ. ഇത് നിനക്ക്. പിന്നെ അവന്മാരുണ്ടാക്കാൻ വന്നേക്കുന്നത്. ഞാൻ ഇന്നൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇതല്ലയോ, മാത്സ്. അത് പോട്ടെ, നമുക്ക് വേറെ ഒരു കാര്യം പഠിക്കാം. ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്താൽ ഫസ്റ്റ് ഇതാണ് ഫിക്സ് ചെയ്യാനുള്ളത്. ഇതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞോയി. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ കണ്ണുരുട്ടുന്ന ലുട്ടാപ്പിയാണേ. ലുട്ടാപ്പി എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ മായാവനകത്തും, അതിനകത്ത് ഡാഗിനിയുടെയും ഡാഗിനിയുടെയും ബാപ്പുവിൻ്റെ ആരാണ്ടൊക്കെ മോൻ്റെ മോൻ ഞാണ് ലുട്ടാപ്പി. ഇതാണ് നമ്മുടെ ലുട്ടാപ്പി. അപ്പോൾ നമ്മൾ ലുട്ടാപ്പിയുടെ ചെവി ഈ സൈഡിൽ കൂടെ ഫിക്സ് ചെയ്ത് എല്ലാവരും കണ്ടല്ലോ. ഇനി ശ്രദ്ധിച്ചില്ലെന്നൊന്നും പറയരുത്. എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ കൂടെ കയറ്റുക. അപ്പം ഇങ്ങനെ കിട്ടുമല്ലോ നമുക്ക്. നമ്മൾ ഈ കൊമ്പ് ഇതുവഴി കയറ്റണം. നമ്മൾ ഇത് ആരുടെ സൗണ്ട് ഉണ്ടാക്കിയേ? ഇത് കാണിക്കുന്നില്ല. ആരുടെ സൗണ്ട് ഉണ്ടാക്കിയേ? പറ. നീയാണോ?
അത് കൊള്ളാം. വടി ഇരിപ്പുണ്ടോ? വടിയിൽ വെക്കത്തില്ല, ക്ലാസ് ഒരു അലമ്പ്. അവനെവിടെയെങ്കിലുമൊക്കെ പോകണം. ഈ പോട്ടെ, നമുക്ക് ഓടിക്കാം. അയ്യോ സാധനം ഞാനേ താഴെ കാണും. കിടി ഇതിങ്ങനെ പോകുന്നൊരു കാര്യമായി. അപ്പോൾ നമ്മൾ വേണ്ട ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചതുപോലെ ആ പൊട്ടൻ കയറി വന്നിട്ട്, അല്ലെങ്കിൽ പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല. ആ പൊട്ടനെ എന്താ ഞാൻ പേടിക്കുന്നത്? പിന്നെ ആ പൊട്ടനെ ഞാൻ പേടിക്കും. നിങ്ങളിത് കണ്ടോ? ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാവേ. പിന്നെ ഇങ്ങനെ വെച്ച് ഇവിടുന്നെടുത്ത് ഇങ്ങനെ കുത്തിക്കയറ്റി വെച്ച് ഇതും വെച്ച് എന്നിട്ട് നമ്മൾ അപ്പം ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ലുട്ടാപ്പി കേട്ടോ, കണ്ണുരുട്ടുന്ന ലുട്ടാപ്പിയ. ഇത് കണ്ണുരുട്ടണമെങ്കിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ചെയ്തിട്ടേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ കണ്ണുരുട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ നാക്കും കൂടെ ഫിക്സ് ചെയ്ത് നമ്മൾ കണ്ണുരുട്ടുന്നതാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? പിന്നെ ആ പാടൊരു 10 മിനിറ്റാണ് ക്ലാസ് കിട്ടുന്നത്. ബാക്കി എല്ലാവർക്കും അരമണിക്കൂർ വേണമെന്ന്. എൻ്റെ ഈ വർക്കിൻ്റെ പീരീഡ് മാത്രമേ ഉള്ളൂ. ഇപ്പം മാത്സാണ്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് വർക്ക് എടുക്കുന്നു. ഇപ്പം കണ്ടോണേ, ഞാൻ ഈ കൊമ്പിൽ പിടിച്ച് വലിക്കാണ്. അപ്പം ഇത് ഞാൻ എന്നിട്ട് മേപ്പോട്ട് പോകാൻ പറയും. അപ്പം ഇത് ഇതിനെ കണ്ണ് മേപ്പോട്ട് കൊണ്ടുപോയത്. മേപ്പോട്ട് കൊണ്ടുവേണ്ട ഉണ്ടേ. സൈഡിലോട്ട് നോക്ക്, സൈഡിലോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്ക്, താഴോട്ട് നോക്ക്. താഴോട്ട് പോകുമ്പോൾ നമ്മൾ ഈ നാക്ക് കണ്ടോ, ഈ നാക്കിൽ കയറി പിടിക്കണം. താഴോട്ട് നോക്ക്. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി ഇങ്ങനെ കറക്കുന്ന കൂട്ടാണ് ഇതിൻ്റെ കണ്ണ് നടക്കുന്നത്. ഞാൻ ചെയ്ത് പ്രിൻസിപ്പാൾ വരുന്നത്. ഞാൻ പോയി എല്ലാം ഒപ്പിച്ചു വെച്ചോ? ഞാനാണ് ഈ സ്കൂളിൻ്റെ HM. നിന്നെ ഞാൻ ഈ മലയാളം വിഷയം ക്ലാസ്സിൻ്റെ പീരീഡല്ല നീ. എന്നിട്ട് ഞാൻ തോന്നിയ ദിവസം കാണിക്കാൻ കയറ്റി വെച്ച്. അവനുണ്ടല്ലോ ഭൂതം കൂട്ട് ഇങ്ങനെ വന്നില്ലയോ? ഈ വർഷത്തെ കലോത്സവത്തിൻ്റെ ഓവറോൾ കിരീടം അവൻ പൊട്ടിച്ച്. ലാപ്ടോപ്പ് പൊട്ടിച്ച്. IT ലാബിൽ കയറി പൊട്ടിച്ചല്ല, അവൻ്റെ ഉണ്ടാക്കിയൊരു കുട്ടിച്ചാത്തൻ. കണ്ടില്ല? ഒരു കുട്ടിച്ചാത്തൻ. അതിൻ്റെ പെടലി അവൻ ആ ട്രോഫി എടുത്ത് അടിച്ച്. മാത്രമല്ല എൻ്റെ മോന് വേണ്ടി മേടിച്ച 5000 രൂപയുടെ റിമോട്ട് കൺട്രോൾ കാറിന് ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടേ. ഇതെല്ലാം കൂടെ നിനക്ക് ഈ പിള്ളാരുടെ മുമ്പിൽ വെച്ച് ഞാൻ തരും. എന്നാ പിടിച്ചോ. അയ്യോ 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 അയ്യോ, എന്നെ കൊല്ലല്ലേ. നീ എന്തോ പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി നിന്നെ ഞാൻ ഇടിച്ച് കൊന്നിട്ടേ ഉള്ളു കാര്യം. എന്നാ പിടിച്ചോ. പിടിച്ചാ മതിയാ? എന്നാലേ ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ. ഇനി അവൻ എന്തൊക്കെയാ നശിപ്പിച്ചേന്ന് നോക്കട്ടെ. അയ്യോ, ഇത്ര മതിയോ? ഇനിയും വേണ? കിട്ടുന്നതൊക്കെ എന്തായിരുന്നു? എൻ്റെ മോൻ 5000 രൂപയുടെ സാധനം.